കെപിസിസി അധ്യക്ഷനെ കണ്ടെത്താൻ ചർച്ചകൾ സജീവം. മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്ന നിലപാടിലാണ് നേതാക്കൾ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ ഹൈക്കമാൻഡിനെ നിലപാട് അറിയിച്ചു. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ജോസഫ് വാഴക്കൻ തുടങ്ങിയവർക്കാണ് പ്രഥമ പരിഗണന. ആന്റണി, മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. ആർ റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഈ മുഴുവൻ സമയം അധ്യക്ഷനെ വേണമെന്ന നിലപാട് അത് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ ഓണത്തിന് ശേഷമേ ഇനിയൊരു പ്രഖ്യാപനം ഉണ്ടാകൂ, അതിനു മുൻപ് തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകുമോ? കീർത്തന, ശ്രുതി, കെപിസിസി പുനഃസംഘടന വൈകുന്ന സാഹചര്യത്തിൽ നേതാക്കൾക്കൊക്കെ അമർഷമുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശനൊപ്പം രമേശ് ചെന്നിത്തലയൊക്കെ അവരുടെ നിലപാട് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നേരത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ സണ്ണി ജോസഫ് മന്ത്രിയായ സാഹചര്യത്തിലാണ് കെപിസിസി പുനഃസംഘടനയെക്കുറിച്ച് തീരുമാനം ഹൈക്കമാൻഡ് എടുത്തത്. സമ്പൂർണ്ണ പുനഃസംഘടനയാണ് എഐസിസി ലക്ഷ്യമിടുന്നത്. കെപിസിസി മാത്രമല്ല, ഡിസിസി അധ്യക്ഷന്മാരെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം 7 ഡിസിസി അധ്യക്ഷന്മാർ എംഎൽഎമാരായി മാറിയിട്ടുണ്ട്. അവർക്ക് മുഴുവൻ സമയം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പരിമിതികളുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡിസിസി പുനഃസംഘടന കൂടി തീരുമാനിച്ചത്. എന്തായാലും കെപിസിസി പുനഃസംഘടനയിൽ വലിയ മാറ്റങ്ങൾ വേണ്ടിവരും. അതിൽ ഏത് തരത്തിലായിരിക്കും പുനഃസംഘടന പൂർത്തിയാക്കുക എന്നതാണ്. ഒന്നുകിൽ ഭാഗികമായി നിലവിലുള്ള ജനപ്രതിനിധികളെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ പൂർണ്ണസമയ അധ്യക്ഷനെ നിയമിക്കുക. ഈ കാര്യങ്ങളിലാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. മാത്രവുമല്ല, ഏതാണ്ട് 1/2 ഡസനിലേറെ നേതാക്കൾ പരിഗണനയിലുണ്ട്. അതിൽ ബെന്നി ബെഹനാനും കൊടിക്കുന്നിൽ സുരേഷും ജോസഫ് വാഴക്കൻ അടക്കമുള്ള നേതാക്കൾ, അതിന് പുറമെ യുവ നേതാക്കളടക്കം മാത്യു കുഴൽനാടൻ, ആന്റണി, ഷാഫി പറമ്പിൽ തുടങ്ങിയ ഒട്ടേറെ നേതാക്കൾ അവർ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. ചരടുവലികളും സജീവമാണ്. ഈ ഘട്ടത്തിലാണ് ഒരു വിശദമായ ചർച്ചകളിലേക്ക്, നിലവിൽ വിശദമായ ചർച്ചകളിലേക്ക് എത്തിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ ദീപാദാസ് മുൻഷി കേരളത്തിൽ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുടെയൊക്കെ അഭിപ്രായം തേടിയതിനപ്പുറത്തേക്കുള്ള ചർച്ചകളിലേക്ക് പോയിട്ടില്ല. ഇനി ആ ചർച്ചകളിലേക്ക് വൈകാതെ പോകുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾക്കുള്ളത്. ഇനിയും അധ്യക്ഷ നിയമനം വൈകിക്കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിക്കും എന്ന ഒരു മുന്നറിയിപ്പ് നേതാക്കളൊക്കെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ, വ്യക്തമാണ്. ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.